മലയാളിയായ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ രാജിവെച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കാലാവധി കഴിഞ്ഞിട്ടാണ് അദ്ദേഹം രാജിവെച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഒരു അവസരം വീണ്ടും നൽകിയില്ല എന്നൊരു ചോദ്യമുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം കേരളത്തില് BJP രാഷ്ട്രത്തിൽ തന്നെ കേരളത്തിൽ സജീവമാകണമെന്നൊരു ആവശ്യം പാർട്ടിയോട് ഉന്നയിച്ചിട്ടുണ്ട്. അതും പൂർണ്ണമായി അല്ലെങ്കിൽ കേരളത്തിലാണോ പ്രവർത്തിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോ ഒരു ക്രൈസ്തവനായതുകൊണ്ടാണോ അല്ലെങ്കിൽ ഒരു ക്രൈസ്തവനെ കേരളത്തിൽ മലയാളിയായ ഒരു ക്രൈസ്തവനെ കേന്ദ്രമന്ത്രിയാക്കിയതിന് ഗുണം BJPക്ക് കിട്ടിയില്ല എന്ന തിരിച്ചറിവാണോ ഈ മാറ്റത്തിന് കാരണം? ജോർജ് കുര്യനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം BJPക്ക് കേന്ദ്രത്തിൽ അധികാരം കിട്ടിയതിനു ശേഷമോ അല്ലെങ്കിൽ BJP രാജ്യത്തെ ശക്തി പ്രാപിച്ചതിന് ശേഷമോ BJP രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയല്ല ജോർജ് കുര്യൻ. കോട്ടയത്ത് കോളേജിൽ പഠിക്കുന്ന കാലത്ത് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിലൂടെ സംഘപരിവാറിന്റെ വിദ്യാർത്ഥി സംഘടനയായ ABVP-യിലൂടെ പൊതുപ്രവർത്തനം ആരംഭിച്ച് യുവമോർച്ചയിലും BJP-യിലും ഒക്കെ ഭാരവാഹിത്വം വഹിച്ചാണ് അദ്ദേഹം കഴിഞ്ഞ 2024 സർക്കാർ പുതിയ സർക്കാർ രൂപീകരിക്കുമ്പോൾ അദ്ദേഹം രാജ്യസഭാ അംഗമെന്ന രൂപത്തിൽ അദ്ദേഹം കേന്ദ്രമന്ത്രിസഭയിലേക്ക് എത്തുന്നത്. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ കാലാവധി അവസാനിച്ചു. അതിനുശേഷമാണ് അദ്ദേഹം രാജിവെക്കുകയും ചെയ്തത്. തീർച്ചയായും സജീവ രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിലേക്ക് മടങ്ങണമെന്നൊരാഗ്രഹം ജോർജ് കുര്യൻ പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് കേട്ടു. BJP-യുമായി ചില നേതാക്കന്മാർ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം, ഇത് എത്രത്തോളം ശരിയാകുമെന്ന് അവർക്കും സംശയമുണ്ട്. ഒരുപക്ഷെ ജോർജ് കുര്യൻ സംസ്ഥാന BJP പ്രസിഡന്റ് ആയാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്ന ചില BJP-യുടെ മുതിർന്ന നേതാക്കളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യമാണ്. എന്തായാലും ജോർജ് കുര്യൻ ഒരു അവസരം കൂടി നൽകുമെന്ന് ചില ആളുകളെങ്കിലും കരുതിയിരുന്നു. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, ക്രൈസ്തവ സമുദായത്തിൽ നിന്നുള്ള നേതാവാണ് ജോർജ് കുര്യൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു അവസരം കൂടി നൽകിയാൽ ക്രൈസ്തവ സഭയുമായുള്ള പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ കഴിയുമെന്നായിരുന്നു ചിലരുടെ പ്രതീക്ഷ. എന്നാൽ BJP അദ്ദേഹത്തിന് ഒരു അവസരം കൂടി നൽകിയില്ല. സജീവ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങാനാണ് അദ്ദേഹത്തിന് പാർട്ടി നിർദ്ദേശം നൽകിയത്. സ്വാഭാവികമായും അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിലുണ്ടാവും. നേരത്തെ അദ്ദേഹം ദേശീയ ഭാരവാഹിയായിരുന്നു. ഇനി ഏത് പദവി എന്നത് BJP നേതൃത്വം തീരുമാനിക്കും. പാർട്ടിയുടെ പുനഃസംഘടനയൊക്കെ വരാനിരിക്കുകയാണ്. BJP-യുടെ പുനഃസംഘടന നടക്കാൻ പോവുകയാണ്. കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടനയോടൊപ്പം തന്നെ പാർട്ടി പുനഃസംഘടനയും ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മികച്ച മുന്നേറ്റമാണ് BJP നടത്തിയത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം, ആറ്റിങ്ങൽ, ആലപ്പുഴ, തൃശ്ശൂർ മണ്ഡലങ്ങളിൽ. തൃശ്ശൂരിൽ അവർ ജയിച്ചു. ആറ്റിങ്ങലും തിരുവനന്തപുരത്തും നേരിയ വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. ആലപ്പുഴയിൽ മികച്ച മുന്നേറ്റം, ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത മുന്നേറ്റമാണ് ആലപ്പുഴയിൽ അവർക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞത്. അതിനൊപ്പം തന്നെ അന്ന് തൃശ്ശൂരിൽ ജയിച്ചപ്പോൾ വ്യാപകമായി പല കോൺഗ്രസ് CPM നേതാക്കന്മാർ പറഞ്ഞത് ക്രൈസ്തവ വോട്ടുകൾ എൻ ബ്ലോക്കായി BJPക്ക് ലഭിച്ചു എന്നാണ്. അതുകൊണ്ട് തന്നെയായിരുന്നു ജോർജ് കുര്യനെ പോലെയുള്ള ഒരു ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട ആളെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി ക്രൈസ്തവ വോട്ടുകൾ വീണ്ടും തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയുമോ എന്നൊരു പരീക്ഷണം നടത്തിയത്. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് PC ജോർജിനെയും ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ള ആളുകളെ BJP-യിലേക്ക് കൊണ്ടുവരുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ഷോൺ ജോർജിനെയും PC ജോർജിനെയും അനൂപ് ആന്റണിയെയും ഒക്കെ രംഗത്തിറക്കി പരീക്ഷണം നടത്തിയിട്ടും ക്രൈസ്തവ വോട്ടുകൾ നേടാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ലഭിച്ചുകൊണ്ടിരുന്ന ക്രൈസ്തവ വോട്ടുകൾ പോലും തൃശ്ശൂർ പോലെയുള്ള മണ്ഡലങ്ങളിൽ അത് കോൺഗ്രസിന് പോവുകയും ചെയ്തു. അതോടുകൂടി ഇത്തരത്തിൽ ഒരു ക്രൈസ്തവ സഭയിൽ നിന്ന് ആളെ കൊണ്ടുവന്നിട്ടൊന്നും വലിയ കാര്യമില്ല എന്നൊരു തിരിച്ചറിവ് BJPക്ക് ഉണ്ടായി എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. മറ്റൊരു കാര്യമുള്ളത്, ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് അനിൽ ആന്റണി കേന്ദ്രമന്ത്രിസഭയിൽ എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. അനിൽ ആന്റണി എത്തുകയാണെങ്കിൽ ആ ക്രൈസ്തവ പരിഗണന നൽകിയെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അനൂപ് ആന്റണിയെ നേരത്തെ പരിഗണിച്ചു. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അനൂപ് ആന്റണി മന്ത്രിസഭയിലേക്ക് ഉണ്ടാകില്ല. തിരുവല്ല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ തന്നെയാണ് അദ്ദേഹത്തോട് പാർട്ടി നേതൃത്വം നിർദ്ദേശം നൽകിയത്. ഈ അനിൽ ആന്റണി മന്ത്രിസഭയിലേക്ക് എത്തുമ്പോൾ രണ്ട് കാര്യം BJPക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയും. ഒന്ന്, അനിൽ ആന്റണി എന്ന് പറയുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവും രാജ്യത്തിന്റെ പ്രതിരോധ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന AK ആന്റണിയുടെ മകനാണ്. കോൺഗ്രസ് തറവാട്ടിൽ ജനിച്ച ഒരാളെ, അനിൽ ആന്റണിയുടെ പിതാവ് രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രിയായിരിക്കുന്ന ഒരാളുടെ മകനെ BJP പാളയത്തിൽ എത്തിച്ച് കേന്ദ്രമന്ത്രിസഭയിലേക്ക് കൊണ്ടുവരുന്നത് BJPക്ക് രാഷ്ട്രീയമായി കോൺഗ്രസിനെ അടിക്കാനുള്ള ഒരു വടിയാണ്. അതിനോടൊപ്പം തന്നെ ക്രൈസ്തവ സമുദായ അംഗമെന്ന രൂപത്തിൽ ക്രൈസ്തവ വോട്ടുകൾ ഇനി വരാനിരിക്കുന്ന BJPയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ വോട്ടുകൾ വീണ്ടും തങ്ങളുടെ പെട്ടിയിലെത്തിക്കാൻ അനിൽ ആന്റണിയുടെ കഴിയുമോ എന്നൊരു പരീക്ഷണം കൂടി BJPക്ക് നടത്താൻ സാധിക്കും. ആ പരീക്ഷണം BJP നടത്തുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. അതിനൊപ്പം തന്നെയാണ് ജോർജ് കുര്യന്റെ സംഘടനാ പാടവം കേരളത്തിൽ ഉപയോഗപ്പെടുത്താനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് അവരുടെ പാർട്ടിയിലെ തലമുതിർന്ന നേതാക്കന്മാർ പറയുന്നത് വർക്ക് ഫ്രം ഹോമാണ് രാജീവ് ചന്ദ്രശേഖർ എന്നാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള ആഗ്രഹമുണ്ട്. നേമം മണ്ഡലത്തിൽ ജയിച്ചു വന്ന രാജീവ് ചന്ദ്രശേഖരന്റെ ഓഫീസിൽ അദ്ദേഹത്തിന്റെ പേര് രേഖപ്പെടുത്തിയിട്ടില്ല. ആ ഓഫീസിന്റെ പേര് നേമം MLA യുടെ കാര്യാലയം എന്നാണ്.
ബാക്കിയുള്ള 139 MLA-മാരും അവരുടെ പേര് സഹിതമാണ് ഓഫീസ് സ്ഥാപിച്ചിട്ടുള്ളത്. അതായത് ഒരു എറണാകുളത്തെ MLA ആണെങ്കിൽ എറണാകുളം MLA-യുടെ പേര് സഹിതമാണ് ഇന്ന ആളുടെ ഓഫീസ് എന്ന്. പക്ഷേ നേമം MLA ആയ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ ഓഫീസ് നേമം MLA-യുടെ കാര്യാലയം എന്നാണ്. അത് BJP-യിലെ ഒരു വിഭാഗം പറയുന്നത് 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നേമത്ത് മറ്റാര് ജയിച്ചാലും അവർക്ക് വിജയിച്ചു വരാൻ ഉറപ്പുണ്ട്. അതുകൊണ്ട് പിന്നീട് പേര് മാറ്റേണ്ട സാഹചര്യം ഇല്ലല്ലോ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ ജോർജ് കുര്യൻ ഒരുപക്ഷെ സംസ്ഥാന BJP അധ്യക്ഷനായാൽ പോലും അത്ഭുതപ്പെടാനില്ല. ചില നേതാക്കന്മാർക്ക് ജോർജ് കുര്യനെ അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരാൻ താല്പര്യമുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യമുണ്ടല്ലോ, കേരളത്തിൽ വളരെ കാലമായി BJP-ക്ക് വേണ്ടി സംസാരിക്കുന്ന പലരും ഒരു ആഭ്യന്തര കലഹം BJP-യിൽ ഉണ്ടാകാനുള്ള സാധ്യത അല്ല. ജോർജ് കുര്യനെ സംബന്ധിച്ചിടത്തോളം അത് BJP-യുടെ സംസ്ഥാന നേതാവായിരുന്നു, ദേശീയ നേതാവായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ അദ്ദേഹം കേരളത്തിലെ BJP നേതാക്കന്മാരുമായി എല്ലാം അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തിയാണ്. ഒന്ന് BJP സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് ഇപ്പോൾ കണ്ണു നട്ടിരിക്കുന്നത് MT രമേശാണ്. MT രമേശും ജോർജ് കുര്യൻ തമ്മിൽ നേരത്തെ തന്നെ നല്ല ബന്ധമാണ്. അതോടൊപ്പം തന്നെ കേരളത്തിൽ രാജീവ് ചന്ദ്രശേഖരനെ മാറ്റി ജോർജ് കുര്യനെ കൊണ്ടുവരികയാണെങ്കിൽ കേരളത്തിലെ BJP-ക്കകത്ത് വലിയ കലാപത്തിനൊന്നും സാധ്യതയില്ല. പക്ഷേ രാജീവ് ചന്ദ്രശേഖരനെ മാറ്റി മറ്റൊരാളെയാണ്, ജോർജ് കുര്യൻ അപ്പുറം മറ്റൊരാളെ കൊണ്ടുവന്നാൽ BJP-ക്കകത്ത് ആഭ്യന്തര കലാപം മൂർച്ഛിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ജോർജ് കുര്യനെ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ തുടരാനുള്ള സാധ്യതയാണ് BJP ദേശീയ നേതാക്കന്മാർക്ക് താല്പര്യം. കാരണം അങ്ങനെയാണെങ്കിൽ ഒരു പ്രശ്നം BJP-യിൽ ഉണ്ടാകുമല്ലോ. ദേശീയ തലത്തിൽ തന്നെ ജോർജ് കുര്യൻ തുടരുകയാണെങ്കിൽ എന്തായാലും രാജീവ് ചന്ദ്രശേഖരനെ മാറ്റണം. മറ്റൊരാളെ കൊണ്ടുവന്ന് പ്രസിഡന്റ് ആക്കുമ്പോൾ വീണ്ടും ആഭ്യന്തര കലഹം ഉണ്ടാകില്ല. അത്തരത്തിൽ മാറ്റണമോ എന്ന കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് ദേശീയ നേതൃത്വമാണ്. നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് പറഞ്ഞു പിടിച്ചു നിൽക്കുന്ന ഒരു കാര്യം, 3 സീറ്റുകൾ ജയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ആണ് 3 സീറ്റുകൾ BJP-ക്ക് ജയിക്കാൻ കഴിയുന്നത്. അത് രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം വലിയ ക്രെഡിറ്റ് തന്നെയാണ്. പക്ഷേ സംഘടനാ പ്രവർത്തനം കേരളത്തിൽ കാര്യക്ഷമമല്ല എന്നൊരു പരാതിയാണ് മുൻ പ്രസിഡന്റുമാർ ഉൾപ്പെടെ ദേശീയ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. അതിൽ ഇനി RSSന്റെ നിലപാട് നിർണായകമാണ്. അത്തരത്തിൽ എന്തായാലും 1 മാസത്തിനുള്ളോ 2 മാസത്തിനുള്ളോ സംസ്ഥാന പ്രസിഡന്റിനെ മാറ്റുന്ന സാഹചര്യത്തിലേക്കൊന്നും BJP പോകില്ല. BJP-യുടെ ടാർഗറ്റ് 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ പുനഃസംഘടനയിൽ ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് ഒരു കേന്ദ്രമന്ത്രി വന്നാൽ അത്ഭുതപ്പെടാനില്ല. ഏതെങ്കിലും ഒരു വ്യക്തി, ഒരുപക്ഷെ അനിൽ ആന്റണി തന്നെ കേന്ദ്രമന്ത്രിയായേക്കാം. മറുഭാഗത്ത് ജോർജ് കുര്യനെ ദേശീയ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരുമ്പോൾ, അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് പുതിയ പദവി കൊടുക്കുമ്പോൾ ക്രൈസ്തവ സഭകളുമായി ദേശീയ തലത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു മധ്യസ്ഥന്റെ റോളിലേക്കും കൂടി ജോർജ് കുര്യനെ എത്തിക്കാൻ കഴിയുമെന്ന ഒരു കണക്കുകൂട്ടൽ BJP-ക്കുണ്ട്. അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും അമിത്ഷായുമായും BJP-യുടെ ദേശീയ നേതാക്കന്മാരുമായി എല്ലാം നല്ല ബന്ധമുള്ള നേതാവാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ ജോർജ് കുര്യന് ഇനി എന്ത് പദവി നൽകുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കേരളത്തിൽ തന്നെ സഭാ നേതൃത്വവുമായി അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാണ്. കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ സഭകളുമായുള്ള മധ്യസ്ഥ ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയത് ജോർജ് കുര്യനാണ്. അദ്ദേഹത്തിന്റെ അഭാവം കേന്ദ്ര മന്ത്രിസഭയിൽ ഉണ്ടാവാതിരിക്കാനുള്ള നടപടി എന്തായാലും BJP സ്വീകരിക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല. അല്ല, ഒരു സംശയം കൂടി. അപ്പൊ അനിൽ ആന്റണി ആണ്, അല്ലെങ്കിൽ അനിൽ ആന്റണിയെ കൊണ്ടുവന്നില്ല എങ്കിൽ അവിടെ ഒരു ക്രൈസ്തവനെ അല്ല കൊണ്ടുവരുന്നതെങ്കിലോ? അല്ല, എന്തായാലും അനിൽ ആന്റണി, അനൂപ് ആന്റണി ഈ പേരുകളാണ് നിലവിൽ പറഞ്ഞു കേൾക്കുന്നത്. അതിൽ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് അനൂപ് ആന്റണിയോട് തിരുവല്ല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ തന്നെയാണ് ദേശീയ നേതൃത്വം നിർദ്ദേശം നൽകിയത്. ഏതെങ്കിലും തരത്തിൽ അനിൽ ആന്റണിയെ കൊണ്ടുവന്നില്ലെങ്കിൽ മറ്റാര് എന്ന ചോദ്യത്തിന് ഇപ്പോൾ ആ BJP നേതൃത്വത്തിന് കൃത്യമായ ഉത്തരവില്ല. ഇനി നാഗാലാൻഡ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഏതെങ്കിലും ക്രൈസ്തവ മതവിശ്വാസിയെ, അല്ലെങ്കിൽ ഗോവ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ കേന്ദ്രഭരണ പ്രദേശത്ത് നിന്ന് ഏതെങ്കിലും ഒരു ക്രൈസ്തവ മതവിശ്വാസിയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയാലും അത്ഭുതപ്പെടാനില്ല. കാരണം എന്തായാലും ജോർജ് കുര്യൻ ഒഴിഞ്ഞ സ്ഥാനത്തേക്ക് ഒരു ക്രൈസ്തവ വിശ്വാസി തന്നെ മന്ത്രിസഭയിൽ എത്താനുള്ള സാധ്യതയാണ് കാണുന്നത്.